ദേവദാസിനെ കൊന്നതിനെ കുറിച്ച് എന്താണ് ചെയ്യേണ്ട ഒരു പ്രതിഷേധം? എൻ്റെ പൊന്നി സ്നേഹിത, ഇതിങ്ങനെ പെറ്റോണ്ട് കാര്യമുണ്ടോ? അതിനെ വളർത്താൻ പഠിക്കണം. വളർത്താൻ പറ്റിയില്ലെങ്കിൽ ആരെങ്കിലും വിളിച്ച് പരസ്യമായിട്ട് പറയാം, ഈ കൊച്ചിനെ എന്നെ കൊണ്ട് വളർത്താൻ പറ്റില്ല, ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ തരാം എന്ന് പറയുകയാണെങ്കിൽ വളരെ സന്തോഷമായി. അതിനങ്ങനെ കൊല്ലേണ്ട ആവശ്യമുണ്ടോ? വളരെ മോശമാണ്. പീഡിപ്പിച്ചായിട്ട് ന്യൂസ് കിട്ടിയ അതൊക്കെ ആ തള്ളയുടെ ഉദാസീനക്കുറവല്ലേ? തള്ള ശ്രദ്ധിക്കണ്ടേ പെൺകൊച്ചുങ്ങളാ? ആ തള്ളമാരെന്ന് പറയണത് വെറുതെ അങ്ങോട്ട് പിറാൻ വേണ്ടി മാത്രം നടന്നുകൊണ്ട് കാര്യമില്ല. അതിനെ വളർത്താനും നോക്കണം. വളർത്താൻ പറ്റിയില്ലെങ്കിൽ ഇത് വല്ല അനാഥശാലയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പറയണം, എനിക്ക് ഇതിനെ വളർത്താൻ പറ്റില്ല, നിങ്ങൾ ഇതിനെ നോക്കിക്കോ എന്ന് പറഞ്ഞ് കൊടുക്കണം. ജനങ്ങളുടെ മുമ്പിൽ പറയണം. അപ്പോൾ ആരെങ്കിലും അതിനെ ദത്തെടുത്ത് വളർത്തി അതിൻ്റെ ഭാവി ഉണ്ടാവും. ആ കൊച്ചല്ലേ അത്, അതിനെയൊക്കെ അങ്ങനെ കൊല്ലാൻ പാടില്ല. ഈ പെണ്ണുപിള്ളേനെ തന്നെ ഇപ്പം തന്നെ കൊന്നുകളയണം. ഈ ഒരു സമൂഹത്തിൽ വളരെയധികം വേദന ജനിപ്പിക്കുന്ന ഒരു വാർത്ത. സ്ത്രീകള് കേട്ടാൽ തന്നെ എന്ത് വിചാരിക്കും? പെണ്ണിന് ഒരു വിലയും കൽപ്പിക്കില്ല. ഒന്നാമത്തെ കാര്യം ഈ പെണ്ണുപിള്ളേനെ ഇപ്പം തന്നെ കൊന്നുകളയണം, അല്ലാണ്ട് അതിനെ ജീവിപ്പിക്കരുത്. അതിന് മാനസികമാണെന്നും പറഞ്ഞ് ഇറച്ചിയും ചോറും കൊടുത്ത് അവിടെ വളർത്തരുത്. നമ്മുടെ നിയമം തോൽവിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിയമം നടപ്പിലാക്കണം. ഏത് കൊല്ലണീനെ അവരെയും കൊല്ലുന്നതാണ്. പിന്നെ അതിൻ്റെ പരമ്പര മുളക്കരുത്. ഇത് കുറ്റം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ വീണ്ടും തുടങ്ങൂലേ? ഈ വാസന അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പം അതുകൊണ്ട് ദയവുണ്ടായിട്ട് ഈ നിയമം നടപ്പിലാക്കണം. ശരിക്കും തൂക്കിക്കൊല്ലണം. അല്ലെങ്കിൽ ഇഞ്ചിഞ്ചായിട്ട് കുറേശ്ശെ കൊന്നാൽ മതി. ഒരു 2 മാസം കൊണ്ട് കുറേശ്ശെയായിട്ട് കൊന്നു കളയണം. അതിനെ വളർത്തരുത്. അതിനെ വളർത്തിയാൽ പിന്നെ വരും തലമുറക്ക് വീണ്ടും കേടാണ്. അതുകൊണ്ട് ദയവുണ്ടായിട്ട് നിങ്ങൾ അങ്ങനെ ഒരു നിയമം പാസ്സാക്കിയാൽ നന്നായിരിക്കും.